Hi, welcome to Center School of Life Sciences. Today we are going to discuss the topic life with organisms. അപ്പം നമ്മുടെ എയ്ത്ത് മൊഡ്യൂളിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഈ ലൈഫ് ഫുഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അക്വാകൾച്ചർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്ന ചില ഓർഗാനിസം, ഫോർമുലേറ്റഡ് ഫീഡ്സിന് പകരം നമ്മൾ കൊടുക്കുന്ന ചില ലൈവ് ഓർഗാനിസമിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ട് ഹൈ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസിന്റെ ന്യൂട്രീഷണൽ എൻറിച്ച്മെന്റ് നടത്താൻ പറ്റും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ന്യൂട്രീഷൻസ് നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെൽ ഫിഷ് ആയിക്കോട്ടെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്ത് കൊടുക്കുമ്പോൾ ഈ ലൈവ് ഫീഡ്സ് കൊടുക്കുമ്പോൾ അപ്പൊ എന്തൊക്കെ ടൈപ്പ് ലൈവ് ഫീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ലൈഫ് ഫീഡ് ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി അതിന് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്ലാങ്ക്ടോണിക് പ്രേസ് ആണ്. ഓക്കെ, ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ പ്ലാങ്ക്ടോണിക് പ്രേസ് യൂസ്ഡ് ടു ഫീഡ് ഹെർബിവോറസ് mollusks ആൻഡ് കാർണിവോറസ് larvae ഓഫ് ഫിഷസ് ആൻഡ് crustaceans. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന mollusk ആവട്ടെ അല്ലെങ്കിൽ ഫിഷസ് ആവട്ടെ ക്രുസ്റ്റേഷ്യൻസ് ആവട്ടെ അപ്പൊ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ള പ്രേസിനെയാണ് അല്ലെങ്കിൽ പ്രേകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലൈഫ് ഫുഡ് എന്ന് പറയുന്നത്. അവര് ശരിക്കും അതെന്തെങ്കിലും ഒരു ഓർഗാനിസം ആയിരിക്കും. ഇപ്പൊ ഹെർബിവോറസ് ആയിട്ടുള്ള ഒരു ഫിഷിനെയോ അല്ലെങ്കിൽ മുളസ്കിനെയോ ആണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മൈക്രോ ആൽഗെ എന്ന് പറയുന്ന ഒരു ലൈഫ് ഫീഡിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, മൈക്രോ ആൽഗെ. ഇനി കാർണിവോറസ് ആണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റുള്ള ഏതെങ്കിലും സൂപ്ലാങ്ക്ടൺ ആയിരിക്കും. ഓക്കെ, സൂപ്ലാങ്ക്ടൺ അല്ലെങ്കിൽ എന്താണ് കോപ്പിപോഡ് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. ആർട്ടീമിയ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആർക്ക് ഫീഡ് ചെയ്യുന്നത്? കാർണിവോറസ് ആയിട്ടുള്ള ഫിഷസിനെ ഫീഡ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ കൾച്ചർ ചെയ്യുന്ന നമ്മുടെ ഫിഷ് അല്ലെങ്കിൽ ഷെൽ ഫിഷ് അവർ ലാർവൽ ഫോമിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ലൈഫ് ഫീഡുകൾ കൊടുക്കുന്നത്. കാരണം എന്താണ്? ലാർവേ ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്താകണം? ഒരു ന്യൂട്രീഷണലി എൻറിച്ച്ഡ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ലാർവൽ സൈസിന് സ്യൂട്ട് ആവുന്ന ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്പൊ ലാർവയുടെ മൗത്ത് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണല്ലേ. അപ്പൊ അത് അത്രയും ചെറിയ ലാർവയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഓർഗാനിസമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈഫ് ഫുഡായിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മൾ എന്താണ് ഫോർമുലേറ്റഡ് ഫീഡ് ഒന്നും അല്ല കെമിക്കലി ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാം നാച്ചുറൽ ആണ്. സോ ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ഓൾസോ. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെർബിവറസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ മൈക്രോ ആൽഗയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്ലാങ്ക്ടൺ കൊടുക്കുന്ന ആർക്കാണ്? കാർണിവോറസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അല്ലേ? ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഫീഡിന് വേണ്ടിയുള്ള കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്രോപ്രിയേറ്റ് സ്മോൾ സൈസ്. നമ്മൾ പറഞ്ഞു ലാർവേ വളരെ സൈസ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ മൗത്ത് സൈസിന് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന അപ്രോപ്രിയേറ്റ് സ്മോൾ സൈസ് ഉള്ള ആൾക്കാരെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ലൈഫ് ഫീഡായിട്ട് യൂസ് ചെയ്യാൻ. ദെൻ അക്സെപ്റ്റബിൾ ടു mollusk ആൻഡ് മറൈൻ ലാർവേ. ഇത് തന്നെയാണ് മറൈൻ ലാർവയ്ക്കും mollusk ആയിട്ടുള്ള ആൾക്കാർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളായിരിക്കണം ലൈഫ് ഫീഡ്. അതിൽ ഈസിലി അവൈലബിൾ ആയിരിക്കണം, അല്ലേ? നമുക്ക് ലൈഫ് ഫീഡ് കിട്ടാൻ തന്നെ പാടാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ രീതിയിൽ അക്വാകൾച്ചർ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ടിൽ നമുക്ക് ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അല്ലേ? കിട്ടാതാവുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസം ലൈഫ് ഫീഡായിട്ട് കൂട്ടാൻ നമുക്ക് പറ്റില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആകുന്ന ആൾക്കാരായിരിക്കണം ലൈഫ് ഫീഡ്. ദെൻ നമ്മൾ ലൈഫ് ഫീഡിനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൾച്ചർഡ് സ്പീഷീസിന്. അപ്പോൾ നമ്മൾ ലൈഫ് ഫീഡിനെ കൾച്ചർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വലിയൊരു അക്വാകൾച്ചർ സെറ്റപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൾച്ചർ ചെയ്യുന്ന കൺട്രോൾഡ് കൾച്ചർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ ലാബ് കൾച്ചർ കണ്ടീഷൻസിൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ലൈഫ് ഫീഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അഡാപ്റ്റബിൾ ടു കൺട്രോൾഡ് കൾച്ചർ കണ്ടീഷൻസ് എന്നാണ് ഒരു പോയിന്റ് മാറി കിടക്കുന്നത്. ഓക്കെ, ദെൻ ഹൈ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഓർ റാപ്പിഡ് പ്രൊപ്പഗേഷൻ. അതൊറ്റ ഒരു പോയിന്റ് ആണ് രണ്ടായിട്ട് കിടക്കുന്നത്, ഒരു എറർ വന്നത്. ഹൈ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഓർ റാപ്പിഡ് പ്രൊപ്പഗേഷൻ. അതായത് നമ്മൾ ലൈഫ് ഫീഡായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസമിന് എന്തായിരിക്കും? അത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കൾച്ചർ ചെയ്ത് എടുക്കാൻ പറ്റൂ.
പൊട്ടൻഷ്യൽ ഫോർ എൻറിച്ച്മെന്റ്, അതായത് ഇവരെന്താണ് ലൈഫ് ഫീഡ് എന്തായിരിക്കണം, അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ സ്പീഷീസിന് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രീഷണലി എൻറിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഒപ്റ്റിമൽ ന്യൂട്രീഷണൽ കോമ്പോസിഷൻ ആയിരിക്കണം ഇവരെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൾച്ചർ, അതെന്താണ് ലോ കോസ്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് എപ്പോഴും ഉദ്ദേശം എന്താണ്, നമ്മുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ലാർജ് രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മുടെ ലൈഫ് ഫീൽഡിന്റെ കൾച്ചർ എങ്ങനെയായിരിക്കണം, ലോ കോസ്റ്റ് കൾച്ചർ ആയിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഐഡിയൽ ലൈഫ് ഫീൽഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. Then നമ്മൾ ഇനി നോക്കാം മൈക്രോ ആൽഗയെ പറ്റിയിട്ടാണ്. മൈക്രോ ആൽഗെ നമ്മൾ പറഞ്ഞു ഹെർബിവറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് അല്ലെ. മൈക്രോ ആൽഗെ ഇവര് നമ്മൾ എന്ത് പറയുന്നു, ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നും പറയുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ് ആണ്. അതായത് നമ്മുടെ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ മൈക്രോ ആൽഗെ എന്ന് പറയുന്നത്. അവര് ഫോട്ടോ ഓട്ടോട്രോഫിക് ആണ്, അതായത് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ അവർ ഫുഡ് ചെയിന്റെ ബേസ് ആണ്, ഇവരാണ് ഈ മൈക്രോ ആൽഗെ എന്ന് പറയുന്നത്. അതിന്റെ മേജർ ക്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്: ക്ലോറോഫൈസിയെ, യൂസ്റ്റിഗ്മാറ്റോഫൈസിയെ, ബാസിലാരിയോഫൈസിയെ, ഹാപ്റ്റോഫൈസിയെ, ക്രൈസോഫൈസിയെ, ബ്രാസിനോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്രോ ആൽഗയുടെ ക്ലാസ്സസ് ആണ്. ഇനി ഇതിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നാനോക്ലോറോസിസ്, നാനോക്ലോറിസ്. ഓക്കെ, നാനോക്ലോറിസ് അറ്റോമസ്, നാനോക്ലോറിസ് അറ്റോമസ്, അതുപോലെ ഡിനാലിയല്ല, ടെപ്പിയോലെക്റ്റ, ഇതൊക്കെ നമ്മൾ ലാബിൽ കൾച്ചർ ചെയ്യുന്ന മൈക്രോ ആൽഗയാണ്. നാനോക്ലോറോപ്സിസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് സ്പീഷീസ് ആണ്. കീറ്റോസെറസ്, തെലസിയോസെറ, അതുപോലെ ഫിയോഡാക്ടൈലം, കെലിറ്റോണിമ, ഐസോക്രൈസിസ് ഗാൽബാന. ഐസോക്രൈസിസ് ഗാൽബാനയൊക്കെ നമ്മൾ എന്താ മറൈൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഐസോക്രൈസിസ് ഗാൽബാനയൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ആൽഗയാണ്. അല്ലെങ്കിൽ നമ്മുടെ ലാബിൽ ഇതിന്റെ കൾച്ചറൊക്കെ ചെയ്തിട്ടുണ്ടാവും പലരും. പാവ്ലോവ ലിതേരി, ടെട്രാസെൽമിസ്, രണ്ട് സ്പീഷീസ്, ഏതാണ്? ഷൂയും സിയുസിയും. ഓക്കെ, ഇതൊക്കെയാണ് മൈക്രോ ആൽഗയുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. മൈക്രോ ആൽഗെ ലൈക്ക് നാനോക്ലോറോപ്സിസും ക്ലോറലിലേക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലാർവൽ റിയറിംഗ് ടാങ്ക്സിൽ നമ്മൾ ഇവരെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് ഹെർബിവറസ് ആയിട്ടുള്ള ലാർവയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾ കാർണിവോറസ് ആയിട്ടുള്ള ഫിഷസിന് സപ്പോർട്ട് ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോക്കിഫർ അല്ലെങ്കിൽ ആർട്ടീമിയ പോലുള്ള വേറെ ലൈഫ് ഫീഡുകളുണ്ട്. ആ ലൈഫ് ഫീഡുകളെ എൻറിച്ച് ചെയ്യാൻ നമുക്ക് ഈ ആൽഗേനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അതായത് ഈ നാനോക്ലോറോസിസ്, ക്ലോറല്ല പോലുള്ള ആൾക്കാർക്ക് അവരുടെ ബോഡിയിൽ എന്തുണ്ട്, ന്യൂട്രീഷണൽ എന്താണ് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ന്യൂട്രീഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാർണിവറസ് ഫുഡിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ലൈഫ് ഫീഡ്സിനെ എൻറിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കീറ്റോസെറോസ്, ഐസോക്രൈസിസ് പോലുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, അവരുടെ ബോഡിയിൽ omega-3, omega-6 ഫാറ്റി ആസിഡ്സ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷിന് നാച്ചുറലി ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ആൽഗേനെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആൽഗേനെ നമ്മൾ കൊടുത്താലും ഓക്കെ, കാർണിവോറസ് ആയിട്ടുള്ള ഫിഷസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽഗെ ഫീഡ് ചെയ്യാൻ പറ്റില്ല, അവർ ഫീഡ് ചെയ്യില്ല. അപ്പൊ എന്താണ്, അവർക്ക് എൻറിച്ച്മെന്റ് നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ, ഏത് സ്പീഷീസ് ആണോ നമ്മൾ ലൈഫ് ഫീഡായിട്ട് കാർണിവോറസ് ഫിഷസിന് കൊടുക്കുന്നത്, ആ ലൈഫ് ഫീഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൽഗെ കൊടുത്ത് എൻറിച്ച് ചെയ്യണം. എന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാർണിവോറസ് ആയിട്ടുള്ള കൾച്ചർ സ്പീഷീസിനെ ന്യൂട്രീഷണലി എൻറിച്ച് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി മൈക്രോ ആൽഗയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? പിഗ്മെന്റ്സ്, പ്രോട്ടീൻ, കരോട്ടിനോയിഡ്സ്, ഫൈക്കോബിലി പ്രോട്ടീൻസ്, ഇതൊക്കെ പ്രസന്റ് ആണ്. ഇതിനൊക്കെ ബയോമെഡിക്കൽ ആൻഡ് ബയോഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിലൊക്കെ നമ്മൾ എന്താണ് ആൽഗയിലേക്ക് റിസർച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ടൊക്കെ സ്പൈറുലിന, ഇതിനൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ആൾക്കാരാണ് ഈ മൈക്രോ ആൽഗെ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് കൾച്ചർ ചെയ്യുന്ന ആൾക്കാരാണ് നാനോ ക്ലോറോപ്സിസും ക്ലോറല്ലയും കീറ്റോസെറസും ഐസോക്രൈസിസ് ഗാൽബാനയും.
Then നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്ക് പോവാണ് ഇൻഫ്യൂസോരിയ. ഇൻഫ്യൂസോരിയ എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ഓർഗാനിസം ആണ്. അതിനകത്ത് എന്തൊക്കെ കാണും? സീ ലീവ്സ് കാണും, യൂഗ്ലിനോയിഡ്സ് കാണും, പ്രോട്ടോസോവ കാണും, യൂണിസെല്ലാർ ആൽഗെ കാണും, അതുപോലെ സ്മോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. എന്നാൽ ഇതിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? പാരമീസിയം. അതായത് നമ്മൾ പ്രോട്ടോസോവൻ ലൈക്ക് പാരമീസിയം, അതുപോലെ ലിഫോറിസ്ക, വോൾവോക്സ്, വോർട്ടിസെല്ല പോലുള്ള ആൽഗയൊക്കെയാണ് ഇതിൽ ഇൻഫ്യൂസോറിയയുടെ കൾച്ചറിനകത്ത് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഇൻഫ്യൂസോറിയ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ലൈവ് ഫീഡായിട്ട് യൂസ് ചെയ്യാം. കാരണം എന്താണ്? ഇവരെ പെട്ടെന്ന് തന്നെ ലാർവെ, നമ്മുടെ ജുവനൈൽ ഫിഷസിന് അല്ലെങ്കിൽ ഫിഷ് ലാർവെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവരുടെ സൈസ് എന്താണ്? 25 മുതൽ 300 മ്യൂമീറ്ററിന് ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ സ്മോൾ ലാർവയുടെ എന്താണ് മൗത്ത് സൈസിന് ഇവര് എന്താണ് ആപ്റ്റ് ആണ്. ദെൻ ഇൻഫ്യൂസോറിയ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും ഇൻഫ്യൂസോറിയ. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വെജിറ്റബിൾ പീൽസ് അല്ലെങ്കിൽ ഇപ്പോൾ ക്രഷ്ഡ് ലെറ്റ്യൂസ്, ക്യാബേജ് പോലുള്ള വെജിറ്റബിൾസ്, അതുപോലെ ബനാന പീൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്ത് അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫ്യൂസോറിയനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അതിനൊക്കെ ഒരു കൾച്ചർ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ലൈഫ് ഫീഡ് ഓർഗാനിസമിനെ പറ്റി മാത്രമാണ് പഠിക്കാനുള്ളത്. അവരുടെ കൾച്ചർ ടെക്നിക്സിനെ പറ്റി പഠിക്കാൻ നമുക്കില്ല. അപ്പൊ ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. Then അടുത്തൊരു കാറ്റഗറി ഓഫ് ലൈഫ് ഫീഡ് ആണ് റോട്ടിഫർ എന്ന് പറയുന്നത്. റോട്ടിഫർ നമ്മൾ കേട്ടുള്ളതായിരിക്കും. ഇവിടെ മറ്റൊരു പേരും പറഞ്ഞാൽ വീൽ അനിമൽക്യൂൾ എന്നാണ്. ഒരുപാട് ഹാബിറ്റാറ്റിലൊക്കെ പ്രസന്റ് ആണ്. അതായത് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, കോസ്റ്റൽ വാട്ടർസിലൊക്കെ ഇവർ പ്രസന്റ് ആണ്. ഇവരുടെ സൈസ് ഒരു 100 to 280 മ്യൂമീറ്റർ ആണ് സൈസ്. അതായത് നാരോ മൗത്ത് ആയിട്ടുള്ള ലാർവയ്ക്ക് ഇവരെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ചെയ്യാം, ഫീഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഇവര് സ്ലഗ്ഗിഷ് സ്വിമ്മേഴ്സ് ആണ്. പതിയെ പതിയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് കഴിക്കാൻ പറ്റും. Then ഇവരുടെ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പാർത്തനോജനറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഡ്യൂറേഷനിൽ ലാർജ് ബാച്ച് കൾച്ചർ ചെയ്തെടുക്കാം. ആൻഡ് ഈ റോട്ടിഫർ ഫിൽറ്റർ ഫീഡിംഗ് ആണ് അല്ലേ? അപ്പൊ ഈ ഫിൽറ്റർ ഫീഡേഴ്സ് എന്താണ് ഫീഡ് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ ആൽഗെ, ഈസ്റ്റിനെയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്. Then ഇവര് ഹൈലി അഡാപ്റ്റബിൾ ടു കൾച്ചർ കണ്ടീഷൻ ആണ്. അതായത് ഇവർ ഹൈലി സോൾട്ട് ടോളറന്റ് ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമല്ലോ, അതായത് ഹാർഡ് ഹാർഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹസാർഡസ് കണ്ടീഷൻസിലൊക്കെ ഇവർ എന്ത് ചെയ്തോളും? സർവൈവ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഒരു ഇമ്പോർട്ടൻസ്. ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ് കൊണ്ട് റോട്ടിഫറിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എൻറിച്ച് ചെയ്തെടുക്കാം. അതായത് ഇവർ മൈക്രോ ആൽഗെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ പെട്ടെന്ന് തന്നെ എന്താവും? എൻറിച്ച്ഡ് ആകും. ആൻഡ് ഈ റോട്ടിഫേഴ്സിന് നമ്മൾ ഫിഷിന് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫിഷ് ന്യൂട്രീഷണലി എൻറിച്ച്ഡ് ആകും. നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇനി ഇവരെ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? റോട്ടിഫറിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത് സ്റ്റാഗ്നന്റ് വാട്ടറിൽ നിന്നാണ്. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ സീവ് ചെയ്തെടുക്കുന്നു. ഒരു 50 മ്യൂമീറ്റർ മെഷ് സൈസ് ഉള്ള നെറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? സീവ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൾച്ചർ ചെയ്തെടുക്കുന്നത്. ആൻഡ് ഓരോന്നിനെ നമ്മൾ ഓരോ മൈക്രോ ആൽഗയുള്ള ഒരു ഫ്ലാസ്കിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇവരൊരു 50 എണ്ണമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കൾച്ചർ മീഡിയം മാറ്റുന്നു. അങ്ങനെ നമ്മൾ കൾച്ചർ ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് നോക്കണം. കാരണം ഇവർക്ക് സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇവർ ഒള്ളി മെയിൽ അല്ലെങ്കിൽ സീലിയേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തേക്ക് ഈ റോട്ടിഫറിനെ കൾച്ചർ ചെയ്യുന്ന ടാങ്കിനകത്തേക്ക് വളരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കൾച്ചർ മോണിറ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്ക് ഡിക്ലൈൻ ആവാതെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റൂ? കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റൂ. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. റോട്ടിഫർ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്നൊക്കെ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ മിക്കവാറും എങ്ങനെയായിരിക്കും വരുന്നത്? റോട്ടിഫർ ഒരു ലൈഫ് ഫീഡ് ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ്, അല്ലെങ്കിൽ ലൈഫ് ഫീഡ്സിന് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ആൽഗയ്ക്ക് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ കണക്കാക്കി നിങ്ങളിതൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ദെൻ ആർട്ടീമിയ എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടീമിയെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർട്ടീമിയെ കാണാൻ നമുക്ക്. അപ്പൊ ആർട്ടീമിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇവര് മൈക്രോ ക്രൂസ്റ്റേഷ്യൻസ് ആണ്. ഹൈപ്പർ സലൈൻ എൻവയോൺമെന്റ്സിൽ കാണുന്നത്, അതായത് നല്ല സോൾട്ട് ഹൈപ്പർ സലൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ കാണുന്ന ഒരു മൈക്രോ ക്രൂസ്റ്റേഷൻ ആണ് നമ്മുടെ ആർട്ടീമിയൻ. ഇതിനെ കാണാൻ ഷ്രിമ്പിനെയും സൂപ്ലാങ്ക്ടനിലെ കോപ്പിപ്പോഡിനെയൊക്കെ പോലെ ഇരിക്കും.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവര് ഷ്രിമ്പിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇവരെ കാണുന്നത് ഹൈപ്പർ സലൈൻ എൻവയോൺമെന്റിൽ ആയതുകൊണ്ടും ഇവരെ നമ്മൾ ബ്രൈൻ ഷ്രിമ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രൈൻ ഈസ് റിലേറ്റഡ് ടു സോൾട്ട്. ബ്രൈൻ ഷ്രിമ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സലൈൻ കണ്ടീഷനിൽ താമസിക്കുന്നത് കൊണ്ട് കാണാൻ ക്രൂസ്റ്റേഷനെ പോലെ ഇരിക്കുന്നത് കൊണ്ടും ആണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ക്യാൻഡ് ഫുഡിന്റെ പിക്ചർ അല്ലെങ്കിൽ ക്യാൻ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൈൻ ഷ്രിമ്പിന്റെ എഗ് ആണ്, അല്ലെങ്കിൽ ആർട്ടിമിയുടെ സിസ്റ്റിനെയാണ് ഈ തന്നിട്ടുള്ളത്. ഈ സിസ്റ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡിയൽ കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ എന്താ വലിയ രീതിയിൽ കൾച്ചർ ചെയ്തെടുത്തിട്ട് നമ്മൾ ഫീഡായിട്ട് കൾച്ചേർഡ് ഫിഷസിന് പ്രൊവൈഡ് ചെയ്യും. ആർട്ടിമിയയുടെ സ്ട്രെയിൻസ്, അതായത് ആർട്ടിമിയ സലൈന കിട്ടുന്നത് എവിടെ നിന്നാണ്? സാൻ ഫ്രാൻസിസ്കോ ബേയിൽ നിന്നാണ്. ആർട്ടിമിയ ഫ്രാൻസിസ്കാന കിട്ടുന്നത് ഗ്രേറ്റ് സോൾട്ട് ലേക്കിൽ നിന്നാണ്. അപ്പൊ ഇത് എന്താണ്, ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന ഈ ആർട്ടിമീനെ ഇവര് സിസ്റ്റ് ആക്കും, അല്ലെങ്കിൽ ഇവര് അഡ്വാൻസ് കണ്ടീഷൻ വരുമ്പോൾ സിസ്റ്റ് ഫോം ചെയ്യല്ലോ, ആ സിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? ട്രൈ ചെയ്ത് കൊമേഴ്ഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എന്താണ്, ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ വിൽക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വാങ്ങുന്ന സിസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രൈഡ് സിസ്റ്റിനെ നമ്മൾ കൾച്ചർ ചെയ്യിപ്പിച്ച് അതിന് ഐഡിയൽ കണ്ടീഷൻ കൊടുത്ത് അതിന്റെ സിസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് അതിന് റീപ്രൊഡ്യൂസ് ആവാൻ അല്ലെങ്കിൽ അത് നമ്പർ ഇൻക്രീസ് ആവാൻ നമ്മൾ അനുവദിച്ച് വലിയ രീതിയിൽ കൾച്ചർ ചെയ്തെടുക്കും. ഓക്കെ, ഈ ഡ്രൈഡ് സിസ്റ്റിന് ഒരുപാട് എന്താണ് ഗ്രേറ്റർ ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പൊ ഒരുപാട് നാൾ അത് എന്ത് ചെയ്യും? ഈ സിസ്റ്റ് രൂപത്തിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാച്ചറികളിലേക്ക് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഈ ഒരു ക്യാൻഡ് രൂപത്തിൽ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറ്റി അയക്കാനൊക്കെ പറ്റും. ഞാൻ ഈ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതായത് ലൈഫ് ഫുഡ് ഓർഗാനിസമിന് എന്ത് കൊടുക്കുന്നു? omega-3 ഫാറ്റി ആസിഡ് കൊണ്ട് അല്ലെങ്കിൽ omega-6 ഫാറ്റി ആസിഡ്സ് പ്രസന്റ് ആയിട്ടുള്ള ആൽഗേന് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നു. അങ്ങനെ ഫീഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവരെന്താകും? എൻറിച്ച്ഡ് ആകും. ആൻഡ് ഈ എൻറിച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിന്നീട് നമ്മുടെ എന്താണ് കൾച്ചർ ചെയ്യുന്ന കർണിവോറസ് ഫിഷ് ആയിക്കോട്ടെ, ഷ്രിമ്പ് ആയിക്കോട്ടെ, അപ്പൊ അവർക്കൊക്കെ എന്താണ് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് എന്താകുന്നു? എൻറിച്ച്ഡ് ആകും. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? പ്രോട്ടീൻ കൊണ്ട് എൻട്രി ചെയ്യിപ്പിക്കാറുണ്ട്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, പ്രോബയോട്ടിക്സ് കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഫിഷ് ലാർവയ്ക്ക് എന്ത് വേണം? ഹയർ റേഷ്യോ ഓഫ് DHA ഓർ EPA occurring in കോപ്പിപോഡ്സ്. അതായത് നമ്മൾ കോപ്പിപോഡ്സിലൊക്കെ ഉള്ളത് പോലത്തെ ഹയർ റേറ്റ് ഓഫ് DHA ഒക്കെ നമുക്ക് വേണം. DHA എന്താന്നൊക്കെ നമ്മൾ ഹോർലിക്സിന്റെ ഒക്കെ പരസ്യത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, DHA ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ആവശ്യമാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ് ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെ കോപ്പി പോഡിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ കോപ്പി പോഡിന്റെ ഫീഡായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിഷ് DHA അല്ലെങ്കിൽ EPA കൊണ്ട് എൻറിച്ച്ഡ് ആകും. ഓക്കെ, അതിന് എൻറിച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും എന്ത് കിട്ടും? ഈ DHA ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തും. ഇനി എൻറിച്ച്ഡ് ആയിട്ടുള്ള റോട്ടിഫർ അല്ലെങ്കിൽ ആർട്ടിമിയയ്ക്ക് ഇതിന്റെ അളവൊക്കെ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ആർട്ടിമിയൊക്കെ നമ്മൾ എൻറിച്ച് ചെയ്യുന്നത്? ഇവർക്ക് ആൽഗയൊക്കെ ഫീഡ് ചെയ്യാൻ കൊടുക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇവരെ എൻറിച്ച് ചെയ്ത് എടുക്കുന്നത് അല്ലേ? ഇനി കോപ്പി പോഡിന്റെ കൾച്ചറാണ്. കോപ്പി പോഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് നാച്ചുറൽ സൂപ്പ് പ്ലാന്റൻ ആണ് ഈ കോപ്പി പോഡ് എന്ന് പറയുന്നത്. ഇവരെന്താണ്, നമ്മുടെ മോസ്റ്റ് ഓഫ് ഫിൻഫിഷും ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് എല്ലാവരും എന്തിന് ഫീഡ് ചെയ്യും? കോപ്പിപ്പോഡിന് ഫീഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീഡാണ് കോപ്പിപ്പോഡ്. ഈ കോപ്പിപ്പോഡ എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് ക്ലാസ് ഓഫ് ഫൈലം ക്രൂസ്റ്റേഷ്യൻ. ക്രൂസ്റ്റേഷ്യൻസിനകത്ത് വരുന്ന ഒരു ക്ലാസ് ആണ് എന്ത്? കോപ്പിപ്പോഡ എന്ന് പറയുന്നത്. ഓക്കെ, അവരെ കാണാനും ഏകദേശം നമ്മുടെ ഷ്രിമ്പിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ. ആൻഡ് ഇതിനകത്ത് എന്തൊക്കെ ടൈപ്പാണുള്ളത്? പാരസൈറ്റിക് ഉണ്ട്, പ്ലാങ്ക്ടോണിക് ഉണ്ട്, ബെന്തിക് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. 8 ഓർഡേഴ്സ് ആണ് ഇവർക്കുള്ളത്. അതിൽ നമ്മുടെ അക്വാകൾച്ചറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരൊക്കെയാണ്? കെലാനോയിഡ, സൈക്ലോപോഡിയ, ഹെർപ്പറ്റിക്കോയിഡ. ഇതൊക്കെയാണ് നമ്മുടെ അക്വാകൾച്ചറിൽ നമ്മൾ ഫീഡായിട്ട് യൂസ് ചെയ്യുന്ന ഓർഡേഴ്സ്. ഓക്കെ, കോപ്പി പോഡിൽ നമ്മൾ കുറച്ച് ഫീഡായിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഈ ഫീഡായിട്ട് യൂസ് ചെയ്യുന്ന കോപ്പി പോഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഡേഴ്സ് ആണ് ഇതൊക്കെ: കലനോയിഡ, സൈക്ലോപോയിഡ ആൻഡ് ഹെർപ്പറ്റിക്കോയിഡ. ഓർഡേഴ്സിന്റെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കോപ്പി ഫുഡ്സ് എന്താണ്? അവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്, ഐഡിയൽ ഫീഡ് ആവാനുള്ള ക്വാളിറ്റീസ്. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ്? അവരുടെ സൈസ് റേഞ്ച് ആണ് ഒന്നാമത്തെ ക്വാളിറ്റീസ്. അതുപോലെ സ്വിമ്മിങ് മൂവ്മെന്റ്, അതായത് ഇവരെ ആക്ടസ് വിഷ്വൽ
അതായത് ഇവരിങ്ങനെ സ്വിം ചെയ്യുമ്പോൾ ഫിഷ് എന്ത് ചെയ്യും, ഇത് റെക്കഗ്നൈസ് ചെയ്ത് ലാർവ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് വരും. ഓക്കെ, അവിടെ ഒരു ഓർഗാനിസം ഉണ്ടെന്ന് ഇവരുടെ ഈ മൂവ്മെന്റിന്റെ ഒരു രീതി കാണുമ്പോൾ നമ്മുടെ ലാർവയ്ക്ക് മനസ്സിലാവുകയും അത് അങ്ങോട്ട് ചെന്ന് ഫീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. Then പിന്നെന്താണ്, ഈ കോപ്പിപ്പോഡിനുള്ളിൽ എന്തുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതുപോലെ DHA ഉണ്ട്, അതുപോലെ EPA, DHA അല്ലെങ്കിൽ EPA, കാരോട്ടിനോയിഡ്സ് ഒക്കെ പ്രസന്റ് ആണ് കോപ്പിപ്പോഡ്സിൽ. അപ്പൊ കോപ്പിപ്പോഡ്സ് എന്താണ്, ഐഡിയൽ ആയിട്ടുള്ളൊരു എന്താണ് ഫീഡാണ്, ലൈഫ് ഫീഡാണ്. ആൻഡ് ഫീഡിംഗ് കോപ്പിപ്പോഡ്സ് എൻഹാൻസ് സർവൈവൽ ഗ്രോത്ത് ആൻഡ് സ്ട്രെസ് റെസിസ്റ്റൻസ് ഇൻ ലാർവേ ഫിൻ ഫിഷസ് കമ്പയർഡ് ടു അതർ ലൈഫ്. അപ്പൊ മറ്റൊരു ലൈഫിനെക്കാളും കോപ്പിപ്പോഡ് കഴിച്ച ലാർവയെ എന്ത് ചെയ്തു, കൂടുതൽ സർവൈവ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും സ്ട്രെസ് റെസിസ്റ്റന്റ് ആവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് കോപ്പിപ്പോഡിന് അത്രയും ന്യൂട്രിയൻസ് അവരുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെ കോപ്പിപ്പോഡ്സിന് ഫീഡ് ചെയ്ത ഫിഷസ് എന്താണ് കുറച്ചുകൂടെ എന്തായി, അവരുടെ സർവൈവൽ റേറ്റ് ഒക്കെ കൂടി എന്നുള്ളതാണ്. കോപ്പിപ്പോഡിന് പിന്നെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്, ഹയർ ലെവൽ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. അപ്പോൾ ഈ കോപ്പിപ്പോഡ്സിനെ കഴിക്കുമ്പോൾ നമ്മുടെ ലാർവയുടെ എന്താണ് ഗട്ടിനകത്ത് ഫുഡ് അസിമുലേഷൻ, ന്യൂട്രിയന്റ് അസിമുലേഷന് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കോപ്പിപ്പോഡ് നല്ലൊരു ഫീഡാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡാഫ്നിയെ പറ്റിയിട്ടാണ്. ഡാഫ്നിയ സ്മോൾ ഫ്രഷ് വാട്ടർ ക്രസ്റ്റേഷ്യൻ ആണ്. ഇതിന് നമ്മൾ അറിയുന്നത് എന്താണ്, വാട്ടർ ഫ്ലീസ് എന്നാണ്. ഡാഫ്നിയയുടെ മറ്റൊരു പേരാണ് വാട്ടർ ഫ്ലീസ്. ഇനി ഇപ്പൊ ഇതിന്റെ ജീനസ് ഏതാന്ന് വെച്ചാൽ ഡാഫ്നിയ മോയിന. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോയിനയും ഡാഫ്നിയും രണ്ട് എന്താണ് ജീനസിൽപ്പെട്ട ഓർഗാനിസംസ് ആണ്. ഇവരെ കാണാൻ ഏകദേശം ഒരേപോലെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് എന്താ പറയുക, ഡാഫ്നിയ എന്ന് തന്നെ പറയുക. ഓക്കെ, പക്ഷെ ഇവർക്ക് ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഇനി ഇവര് ക്ലാഡോസീറൻസ് ആണ് കേട്ടോ. ഇവര് ക്ലോസ്ലി റിലേറ്റഡ് ആണ് ആൻഡ് ഫ്രഷ് വാട്ടറിലുള്ള ആൾക്കാരാണ്. Then കുറച്ച് സ്പീഷീസ് മാത്രം ഇവിടെ കാണും, മറൈനിൽ കാണും. And Daphnia and Moina occur in pools, lakes, ponds, and swamps containing decaying organic matter. അപ്പൊ ഈ ഡാഫ്നിയും മോയിനയും കഴിക്കുന്ന എന്താണ്, ഡിക്കേയിങ് ഓർഗാനിക് മാറ്റർ ആണ്. ആൻഡ് മോയിനയ്ക്ക് എന്താണ് ഓക്സിജന്റെ ഫ്ലക്ച്വേഷന് എന്ത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് എങ്ങനെയൊക്കെ അവർക്ക് ഏതൊക്കെ കണ്ടീഷൻ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നോ ഓക്സിജൻ കണ്ടീഷൻ മുതൽ സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അതുപോലെ ഡാഫ്നിയേക്കാൾ ഒരു 3-4 ടൈംസ് മോർ റീപ്രൊഡക്റ്റീവ് ആണ് മോയിന എന്ന് പറയുന്നത്. മോയിന നമ്മൾ ആർട്ടീമിയ പോലെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് ഫീഡാണ്. ദെൻ ഫ്രഷ് വാട്ടർ ഫോം ഒരു 4 എന്താണ് PPT സലൈൻ കണ്ടീഷനിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ദെൻ ബ്രാക്കിഷ് വാട്ടർ എത്രയാണ്, 15 PPT സലൈനിറ്റി വരെ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. മറൈൻ സ്പീഷീസ് എന്താണ് 30 മുതൽ 35 PPT വരെ അവര് സർവൈവ് ചെയ്യും. അത് നമ്മൾ സീ വാട്ടറിന്റെ ഒരു 35 ഒക്കെ ആണല്ലോ സീ വാട്ടറിന്റെ ഒരു സലൈനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡാഫ്നിയും മോയിനയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡാഫ്നിയ 1 millimeter to 5 millimeter ആണെങ്കിൽ മോയിന കുറച്ചുകൂടെ ചെറുതാണ്, അല്ലെ, 0.7 to 1.25 millimeter ആണ് മോയിനയുടെ സൈസ്. ഡാഫ്നിയക്ക് എന്താണ് അവരുടെ ട്രങ്കും ലെഗും കവർ ചെയ്തുകൊണ്ട് ഒരു ബൈവാൽ കരാപ്പേസ് ഉണ്ട്. കരാപ്പേസ് എന്താണെന്നൊക്കെ നമ്മൾ ഷ്രിമ്പിന്റെ കരാപ്പേസ് ഒക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഇവർക്കൊരു ബൈവാലിന്റെ കരാപ്പേസ് ഉണ്ട്. എന്നാൽ ഇവർക്ക് എന്താണ് കരാപ്പേസ് ഇല്ല, മോയിനയ്ക്ക് കരാപ്പേസ് ഇല്ല. ഇനി ഡാഫ്നിയക്ക് എങ്ങനെയാണ്, അതിന്റെ ബ്രൂട്ട് പൗച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ മോയിനയുടെ ബ്രൂട്ട് പൗച്ച് എന്താണ്, ഓപ്പൺ ആണ്. ഡാഫ്നിയുടെ ലെഗ്സ് സെഗ്മെന്റഡ് അല്ല. ഓക്കെ, അതുപോലെ പ്രീഹെൻസൈൽ അല്ല, അതായത് അവർക്ക് ലെഗ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റില്ല, മടക്കി വെക്കാനൊന്നും പറ്റില്ല. എന്നാൽ മോയിനൊക്കെ എന്താണ്, അവരുടെ ലെഗ്സ് സെഗ്മെന്റഡും ആണ്, അവർക്ക് പ്രീഹെൻസൈൽ അതായത് ചുരുട്ടി വെക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ലെഗാണ് മോയിനൊക്കെയുള്ളത്. ഡാഫ്നിയുടെ ആന്റിന്യൂൾസ് റോഡ് ലൈക്ക് ആണ്. അവര് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുക, അതായത് ഫീമെയിലിനെയും മെയിലിനെയും തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഇവിടെ ആന്റിന്യൂൾസ് ലോങ്ങർ ആണ്, സെക്ഷൽ ഡൈമോർഫിസം ഒന്നും പറയുന്നില്ല. ഇവരുടെ ഡാഫ്നിയുടെ ടെയിലില് ഒരു സ്പൈൻ പ്രസന്റ് ആണ്, എന്നാൽ മോയിനയ്ക്ക് ആ സ്പൈന് ഇല്ല. അപ്പൊ അവര് നമുക്ക് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് അറിയാൻ പറ്റും. പക്ഷെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കുമെങ്കിലും നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും.
ഞാൻ ഇപ്പൊ ഡാഫ്നിയ മോയിന കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വലിയ രീതിയിൽ കൊടുക്കുന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സീഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ക്ലാം ആൻഡ് ഓയിസ്റ്റർ വെലിഗർ. അതായത് ഈ വെലിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെലിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളസ്കിന്റെ ലാർവയാണ്. ഓക്കെ, ഈ മൊളസ്കിന്റെ ലാർവ എന്ത് ചെയ്യാൻ പറ്റും? ചില ഫിഷസ് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പൊ വെലിഗേഴ്സ് ആർ ഓപ്റ്റഡ് ലൈഫ് ഡ്യൂ ടു പ്രൊലിഫിക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ക്ലാംസ് ആൻഡ് ഓയിസ്റ്റേഴ്സ്. ഈ ക്ലാംസിനും ഓയിസ്റ്റേഴ്സിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര കൂടുതലായിട്ട് റീപ്രൊഡക്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലാർവ ഉണ്ടാവും. ഇത്രയും ലാർവ വരുമ്പോഴത്തേക്കും ഈ ലാർവ എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്മുടെ ഒരു ഫിഷിന്റെയോ ക്രാബിന്റെയോ ക്രൂസ്റ്റേഷ്യന്റെയോ ഒക്കെ എന്താണ് ലാർവയ്ക്ക് എന്തിനെ ഫീഡ് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്ലാമിനെ, അല്ലെങ്കിൽ ക്ലാമിന്റെ അല്ലെങ്കിൽ ഓയിസ്റ്ററിന്റെ വെലിഗേഴ്സ്, അതായത് ലാർവയാണ്, ആ ലാർവ സ്റ്റേജിനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 15 മ്യൂമീറ്റർ ആണ്. അപ്പൊ ഈ അത്രയും സൈസുള്ള മൗത്ത് സൈസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ വെലിഗേഴ്സിനെ സക്സസ്ഫുള്ളി ഫീഡ് ചെയ്യുന്നുണ്ട്. Then oyster trochophores can be preserved cryogenically and exported as ready to supply food. അപ്പൊ ഓയിസ്റ്ററിന്റെ ട്രോക്കോഫോർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഓഫ് ലാർവ ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോ ടെമ്പറേച്ചറിൽ, അതായത് ക്രയോജനിക്കലി പ്രിസർവ് ചെയ്തിട്ട് നമുക്ക് സ്പീഡായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ആംഫിപോഡ്. ആംഫിപോഡ് ഒരു മാലക്കോസ്ട്രക്ടൻ ക്രൂസ്റ്റേഷ്യൻ ആണ്. അതിന് കരാപ്പേസ് ഇല്ല. ആൻഡ് വിത്ത് കംപ്രസ്ഡ് ബോഡി. ഇവരുടെ ബോഡി കരാപ്പേസ് ഇല്ലാത്ത ബോഡിയാണ് ആൻഡ് കംപ്രസ്ഡ് ആണ്. ഇവരുടെ സൈസ് എത്രയാണ്? 1 to 340 millimeter ആണ്. ആൻഡ് ഇവർ ഡെട്രിറ്റീവ് വോറസ് അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ് ആണ്. ഇവരെവിടെയാ കാണുന്നത്? ഡെട്രിറ്റീവ് വോറിനെ ഫീഡ് ചെയ്യുക. അപ്പം ബെൻഡിക് ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും കാണുന്നത് അല്ലേ? ബെൻഡിക് മീൻസ് ബോട്ടം ഏരിയയിലായിരിക്കും കാണുന്നത്. ഹാബിറ്റാറ്റ്. ഇവിടെ ഹാബിറ്റാറ്റ് എന്തൊക്കെ ആവാം? ഫ്രഷ് വാട്ടർ മുതൽ മറൈൻ വരെ ആവാം. ഓക്കെ, എല്ലായിടത്തും ഇവർ സർവൈവ് ചെയ്യുന്നുണ്ട്. അതിലെ ഗമ്മാറിഡേ എന്ന് പറയുന്ന ആള് ഫ്രഷ് വാട്ടർ ആണ്, എപ്പിബെൻഡിക് ആണ്. എന്നാൽ ഹൈപ്പറിഡേ എന്ന് പറയുന്ന ആള് മറൈൻ പ്ലാങ്ടോണിക് ആണ്. അപ്പൊ ഇവര് പ്ലാങ്ടോണിക് ആയിരിക്കാം. അതുപോലെ എന്താണ് ബെൻഡിക് ഏരിയയിലും എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, ആൻഡ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫിഷ് ലാർവയ്ക്ക് സപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലൈഫ് ഫീഡായിട്ട് യൂസ് ചെയ്യാറുള്ള ആളാണ് ഈ ആംഫിപോഡിലുള്ള ഒരു സ്പീഷീസ് ആണ് ഗമ്മാറസ് ഫ്യൂലെക്സ്. ഓക്കെ, അതിന് 40% പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അതുപോലെ 27.4% കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ലിപ്പിഡ് ഉണ്ട്. ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ടാനിക് ആസിഡ്, ബീറ്റ കരോട്ടിൻ ഒക്കെ ഇവരുടെ ബോഡിയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊരു ഐഡിയൽ ലൈഫ് ഫുഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മൈസിഡ് കൾച്ചർ. അതായത് മൈസിഡ് കൾച്ചർ, നമ്മൾ കൾച്ചറിനെ പറ്റി പഠിക്കുന്നില്ല, മൈസിഡിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. മൈസിഡ്സ് എന്ന് പറഞ്ഞാൽ ഷ്രിമ്പലൊക്കെ ക്രൂസ്റ്റേഷ്യൻസ് ആണ്. മറൈൻ ആണ് അവര്. ദെൻ പ്ലാങ്ടോണിക് ആണ്. ഇവരെവിടെയൊക്കെ കാണാം? മറൈൻ ആണ്, പ്രൈമർലി മറൈൻ ആണെങ്കിൽ ഫ്രഷ് വാട്ടർ ടു കോസ്റ്റൽ ഏരിയയിലെല്ലാം കാണാറുണ്ട്. അപ്പൊ ഇവര് ഒരു സൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 to 25 millimeter ആണ്. അപ്പൊ കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ ജുവനൈൽ ഫോമിലൊക്കെ ഉള്ള നമ്മുടെ ഫിഷസ് ആയിരിക്കും, അല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ആയിരിക്കും ഈ മൈസിഡ്സിനെ എന്ത് ചെയ്യുന്നത്? ഫീഡ് ചെയ്യുന്നത്. കോമൺ സ്പീഷീസ് ഏതൊക്കെയാണ്? അമേരിക്ക മൈസിസ് ബാഹിയ, ഹോൾ ഹോൾമീസ് മൈസിസ് ഫോസ്റ്റേറ്റ, അതുപോലെ മൈസിസ് റെലിക്റ്റ ഒക്കെയാണ് എന്താണ് കോമൺ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ പേരുകളും ഇതിന്റെ ഒരു സൈസും മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ മൈക്രോവേം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ലൈഫ് ഫീഡാണ് ഈ മൈക്രോവേം എന്ന് പറയുന്നത്. മൈക്രോവേം എന്ന് പറഞ്ഞാൽ ടൈനി, ഇത് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്നത് വെച്ചാൽ വലിയ രീതിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ ഇത് കൊടുക്കാം. അങ്ങനെയുള്ളൊരു ലൈഫ് ഫീഡാണ് ഈ മൈക്രോവേം എന്ന് പറയുന്നത്. ടൈനി സിലിണ്ടറിക്കൽ ആണ്, വൈറ്റിഷ് കളറിലാണ് കാണുന്നത്. ഇവര് നിമാറ്റോഡ്സ് ആണ്. നിമാറ്റോഡ്സ് ആണ്. ഇവരെ നമ്മൾ ത്രെഡ് വേംസ് എന്ന് പറയും, അല്ലെങ്കിൽ മൈക്രോ ഈൽസ് എന്നോ വിനെഗർ ഈൽസ് എന്നോ ഒക്കെ നമ്മൾ പറയുന്നത് ഈ മൈക്രോ വേംസിനെയാണ്. മോയിസ്റ്റ് സോയിലൊക്കെയാണ് ഇവർ പ്രസന്റ് ആയിട്ടുള്ളത്. ഈ സൈസ് വരുന്നത് എങ്ങനെയാണ്? 180 to 290 µm ആണ് ഇവരുടെ ലെങ്ത് വരുന്നത്. ആൻഡ് 0.13 ആണ് ഇവരുടെ വിഡ്ത്ത് വരുന്നത്. 0.13 ആണ് ഇവരുടെ വിഡ്ത്ത് വരുന്നത്. മെയിൽ ആണെങ്കിൽ അഡൽട്ട് ആയി കഴിഞ്ഞാൽ 1.32 millimeter ലോങ് ആകും. ഓക്കെ, ഫീമെയിൽ 1.43 millimeter ലോങ്. ജസ്റ്റ് ഒന്ന് എന്താണ് ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ വാല്യൂസ് ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല.
ദെൻ ഇവർക്ക് എന്തുണ്ട്, സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. മെയിൽസ് കാണാൻ ചെറുതാണ്, സ്ലെൻഡർ ആണ്, ആൻഡ് അവർക്ക് കർവ്ഡ് ടെയിൽ ഉണ്ട്. ഇനി ഫീമെയിൽ ആണെങ്കിൽ അവരുടെ ഓവറി യൂട്രസും ഒക്കെ ബോഡി വോളിൽ വിസിബിൾ ആണ്, കാരണം ഇവർ വൈറ്റിഷ് കളർ ആയതുകൊണ്ട് തന്നെ വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവരെയും നമ്മൾ എന്തായിട്ട് കൊടുക്കാറുണ്ട്, ലൈഫ് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തിനെയൊക്കെ പറ്റിയിട്ടാണ്, ലൈഫ് ഫീഡ്സിനെ പറ്റിയിട്ടാണ്. എന്താ, ഫിഷസിനായാലും ഷെൽ ഫിഷസിനായാലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് ഫീഡ്സിനെ പറ്റിയിട്ടാണ്. നാച്ചുറൽ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ന്യൂട്രീഷണലി എന്താണ്, വെരി ഗുഡ് സപ്ലിമെന്റ്സ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചത് ഏതിനെയൊക്കെ പറ്റിയിട്ടാണ്, ആദ്യം തന്നെ മൈക്രോ ആൽഗയെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലെ. മൈക്രോ ആൽഗ എന്താണ്, ഫൈറ്റോ പ്ലാങ്കൻ എന്ന് പറയും. അവരെ നമ്മൾ ഹെർബിവറസ് ആയിട്ടുള്ള ആൾക്കാരെ ഫീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, കോപ്പി പോട്ട്സിനെ പറ്റി പഠിച്ചായിരുന്നു. ഓർഡറിലല്ല ഞാൻ പറയുന്നത്, ആർട്ടീമിയെ പറ്റി പഠിച്ചായിരുന്നു, ഡാഫ്നിയ മോയിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, റോട്ടിഫറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ, നമ്മൾ ലാർജ് സ്കെയിലിൽ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ വെലിഗേഴ്സിന് അല്ല, അതായത് ഓയിസ്റ്ററിന്റെയും ക്ലാമിന്റെയും ഒക്കെ ലാർവ് വെലിഗർ, അതിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മൈക്രോവേംസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആംഫിപോഡ്സിന് നമ്മൾ എന്താണ്, ഫീഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മൈസിഡ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അക്വാകൾച്ചറിൽ ലൈഫ് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗാനിസം. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിപ്പറേഷൻ ഒക്കെ നന്നായി നടക്കട്ടെ. അപ്പോൾ എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ എല്ലാ എന്താ ക്ലാസ്സിലും ഒരു റൗണ്ട് കഴിഞ്ഞ് കാണും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പൊ പഠിച്ച എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈഫ് ഫീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില എന്താണ് ഓർഗാനിസം നമ്മൾ ലൈഫ് ഫീഡ് കോമൺ ആയിട്ട് പറയുന്നു. ഇനി അതിൽ ഏതാണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയൊരു മിനി ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഒരു ക്ലാസ് ഒന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഓർത്തിരിക്കാൻ പറ്റും. അതായത് ചില ഓർഗാനിസത്തിന്റെ ഇപ്പൊ സയന്റിഫിക് നെയിംസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, നാനോക്ലോറോസിസ് അല്ലെങ്കിൽ ഐസോക്രൈസിസ് ഗാൽബാന. അതുപോലെ നമ്മൾ ലൈഫ് ഫീഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എന്താ, പെട്ടെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാർട്ട് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫാബിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ആൻഡ് നന്നായി പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. Till then, bye.